തിരഞ്ഞെടുപ്പ് അടുത്തതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ. ബി.ജെ.പിയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ കൂടി കളം പിടിച്ചതോടെ ആലപ്പുഴയിൽ ഇത്തവണ പോര് കടുക്കും. യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ കെ.സി. വേണുഗോപാൽ പരാജയപ്പെട്ടാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയ പ്രഹരമായാകും മാറുക. കാരണം രാജ്യസഭ അംഗമെന്ന നിലയിൽ ഇനിയും വർഷങ്ങൾ ഉണ്ടായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്തിനെന്ന ചോദ്യം ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കെ.സി. ജയിച്ചാൽ രാജ്യസഭയിൽ ബി.ജെ.പിക്ക് പുതിയൊരു എം.പിയെയാണ് ലഭിക്കാൻ പോകുന്നത്. കാരണം കെ.സി. വേണുഗോപാലിനെ തിരഞ്ഞെടുത്ത രാജസ്ഥാനിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് ബി.ജെ.പിയാണ്. എം.എൽ.എമാരുടെ കണക്ക് വെച്ച് പരിശോധിച്ചാൽ കെ.സിക്ക് പകരം ഒരാളെ വിജയിപ്പിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും കോൺഗ്രസിന് കഴിയുകയില്ല. ആലപ്പുഴയിൽ മത്സരിക്കാൻ ചാടിയിറങ്ങിയ കെ.സി. വേണുഗോപാൽ പോലും പ്രതീക്ഷിക്കാത്ത പ്രതികരണമാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കെ.സിയുടെ അധികാരമോഹത്തിന് കനത്ത തിരിച്ചടി ഇത്തവണ ആലപ്പുഴയിൽ നിന്നും ലഭിച്ചാൽ പിന്നെ ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ അവസ്ഥയും പരിതാപകരമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ കെ.സിക്ക് പിന്നെ രാജ്യസഭയിലും നാവുയർത്താൻ കഴിയുകയില്ല. ജനപിന്തുണയില്ലാത്ത നേതാവ് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനെ അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കളും ചോദ്യം ചെയ്യും. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയ സീറ്റെങ്കിലും നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കെ.സിക്ക് പാർട്ടി ചുമതല ഒഴിയേണ്ടി വരും. സമാന സാഹചര്യം കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനും നേരിടേണ്ടി വരും. രാഹുൽ തരംഗം ആഞ്ഞടിച്ചപ്പോഴും യു.ഡി.എഫിന് ആലപ്പുഴയെ വീഴ്ത്താൻ കഴിഞ്ഞിരുന്നില്ല. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ആലപ്പുഴയിൽ നിന്ന് എം.എൽ.എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട കെ.സി. വേണുഗോപാൽ പിന്നീട് സംസ്ഥാന മന്ത്രിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കെ.സി. ജന്മം കൊണ്ട് കണ്ണൂരുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് ആലപ്പുഴക്കാരനെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ അവകാശപ്പെടുന്നത്. പക്ഷെ ഇത്തവണ കെ.സിക്ക് മത്സരം ഇത്തിരി കടുക്കും. 2009 ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ സിറ്റിംഗ് എം.പി. ഡോക്ടർ കെ.എസ്. മനോജിനെയാണ് കെ.സി. തോൽപ്പിച്ചിരുന്നത്. 2011 മുതൽ 2014 വരെ കേന്ദ്രമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആലപ്പുഴയിൽ നിന്ന് കെ.സിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ 2019 തെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെ മണ്ഡലം വീണ്ടും ഇടതുപക്ഷത്തിന് മാറുകയായിരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിയാണ് എ.എം. ആരിഫ് മണ്ഡലം പിടിച്ചെടുത്തത്. ഇത്തവണയും ആലപ്പുഴയിൽ ഇടതിന്റെ സ്ഥാനാർത്ഥി ആരിഫ് തന്നെയാണ്. 10,474 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു ആരിഫിന്റെ അന്നത്തെ ജയം. ബി.ജെ.പിയും ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനിലൂടെ മണ്ഡലത്തിൽ വോട്ട് ശതമാനം ഉയർത്താൻ കഴിയുമെന്ന് തന്നെയാണ് ബി.ജെ.പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്തായാലും ആലപ്പുഴയിൽ ഇത്തവണ കടുത്ത ത്രികോണ മത്സരം തന്നെയാകും നടക്കാൻ പോകുന്നത്. ഇവിടെ ഒന്നാമൻ ആരെന്നതിനപ്പുറം മൂന്നാം സ്ഥാനത്ത് ആരാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കാത്തിരിക്കുന്നത്. കാരണം മതന്യൂനപക്ഷങ്ങൾ ഒത്തിരിയുള്ള മണ്ഡലമാണ് ആലപ്പുഴ. അവർക്ക് വേണ്ടി കോൺഗ്രസും കെ.സിയും എന്ത് ചെയ്തു എന്ന ചോദ്യം മണ്ഡലത്തിൽ ഉയരുമ്പോൾ അതിന് വ്യക്തമായ മറുപടി നൽകാൻ പറ്റാത്ത അവസ്ഥയിലാണ് യു.ഡി.എഫ് നേതൃത്വമുള്ളത്. കെ.സി ആലപ്പുഴയിൽ മത്സരിക്കാനെടുത്ത തീരുമാനം മണ്ടൻ തീരുമാനമായി പോയെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ആലപ്പുഴയിൽ കെ.സി വീണാൽ പിന്നെ ഡൽഹിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.